ഭാഗ്യവാരം. രമ്യ കൊല്ലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ട്. അപ്പോൾ രമ്യയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പുള്ളിക്കാരി. പക്ഷേ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. ഇതുവരെയും അതിന്റെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ രമ്യക്ക് അറിയേണ്ടത് ഒരു ഗവൺമെന്റ് ജോലിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് രമ്യ ചോദിച്ചിരിക്കുന്നത്. ജനിച്ച ലഗ്നത്തിൽ ശുക്രൻ എന്ന ഗ്രഹം നിൽക്കുന്നവർക്ക് ശരീര സൗന്ദര്യവും നല്ല ആകർഷണവും എവിടെയും ബഹുമാന്യതയും ചുരുണ്ട മുടിയും അല്പം നീണ്ട ശരീരവും പ്രസന്നവദനയും ആനന്ദമേനിയുമായിരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. എന്നാൽ ഔദ്യോഗികപരമായും വിദ്യാഭ്യാസപരമായും ഔന്നത്യക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാനും വിവാഹാദി കർമ്മങ്ങൾക്കും താമസം, തടസ്സം, തർക്കം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാലദോഷങ്ങൾ ഇവയെല്ലാം അനുഭവിച്ച് മാറിയതിന് ശേഷമേ വിദ്യക്ക് ഉദ്യോഗം, വിത്തം, മംഗല്യം ഇത്യാദി കാര്യങ്ങൾ, അതായത് പഠിത്തം, കഴിവ്, അർഹത, യോഗ്യത, പരിശ്രമം അനുസരിച്ചുള്ള യഥാസമയം, യഥാകാലം, യഥായോഗ്യം ഉദ്യോഗം, പ്രമോഷൻ, കല്യാണം, സംതൃപ്ത ദാമ്പത്യം എന്നിവ ഉണ്ടാവുന്നതിന് ജനിച്ച ലഗ്നത്തിലെ ശക്തി കുറഞ്ഞ ശുക്രൻ എന്ന ഗ്രഹം തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം വിവിധങ്ങളായ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും ഒരു ഗവൺമെൻറ് ജോലി കിട്ടാത്തത്. ആ തടസ്സങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ പ്രതിവിധികൾ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് സ്വസ്തിക പത്മം, പേര്, നക്ഷത്രം ഇട്ട് അരിപ്പൊടി, മഞ്ഞപ്പൊടി, കരിപ്പൊടി ചേർത്ത് പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദി പഞ്ചഭൂത ശക്തികളാൽ സാങ്കല്പികപരമായി ശുക്രനെ ധ്യാനിച്ച് ആവാഹിച്ചിരുത്തി ഋഗ്വേദങ്ങൾ കൊണ്ട് ആ ശുക്രനെ സന്തോഷിപ്പിക്കുക. വെള്ളം കൊണ്ട്, ചന്ദനം കൊണ്ട്, പുഷ്പം കൊണ്ട്, ധൂപം കൊണ്ട്, ദീപം കൊണ്ട് മുതലായവ. അത് ദുരുപയോഗം ചെയ്യരുത്. ഗുരു ഉപദേശത്തോടെയും സംസ്കൃത പഠിച്ചതിന് ശേഷം, വേദം പഠിച്ചതിന് ശേഷം, ഉച്ചാരണ ശുദ്ധിയൊക്കെ വരുന്നതിന് ശേഷമേ അത് സ്വന്തം നിലയിൽ ചെയ്യാവുള്ളൂ. നല്ല പ്രാക്ടീസ് ഉള്ളവരിൽ മാത്രമേ വണ്ടി ഡ്രൈവിങ്ങിനായിട്ട് ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന പോലെ. കാരണം അർത്ഥവ്യത്യാസങ്ങൾ വന്നാൽ അതിൻ്റെ ഫലപ്രാപ്തികൾ കുറയും. എങ്കിലും പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ ആവശ്യങ്ങൾ, നിരന്തര ആവശ്യങ്ങൾ കൊണ്ട് ഇത് ഞാൻ ചൊല്ലുകയാണ്. അത് മൊബൈൽ വഴി നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കാം. അപ്രകാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശുക്രൻ്റെ ലഗ്നത്തിലെ തടസ്സങ്ങൾക്ക് എല്ലാ 12 രാശികളിലും ലഗ്നമുണ്ട്. 12 രാശികളിലും ശുക്രൻ വരാം. അവയിൽ ഇപ്പം കത്ത് വന്നിരിക്കുന്ന ആളിൻ്റെ ശുക്രൻ നിൽക്കുന്നതിന് ഉള്ള പ്രതിവിധിയാണ്. എല്ലാവർക്കും അതുതന്നെ എന്ന് ചിന്തിക്കരുത്. മന്ത്രോപദേശങ്ങൾ, ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ: ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. അഗ്നിപൂർവേഭിः ഋഷുഭിः ഈഢ്യോ നൂതനൈരുത സ ദേവ ഏഹവക്ഷതി. അഗ്നിനാരൈമശ്നവൽ പോഷമേവ ദിവേ ദിവേ യശസം വീരവർദ്ധമം. അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിഭൂ അസി സാ ഈ ദേവേഷു ഗച്ഛതി. അഗ്നിർഹോതാ കവിക്രതു
സത്യശ്ചിത്രസ്രവസ്തമ ദേവോ ദേവേഭി ആഗമൽ യദംഗദാശുഷേത്വം അഗ്നേ ഭദ്രം കരിഷ്യസി തവേത്തൽ സത്യമങ്കുര ഉപത്വാഗ്നേ ദിവേ ദിവേ ദോഷാവഷ്ണർധിയാ വയം നമോഭരം ദയാമഹേ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. ഈ ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇത്യാദികളാൽ പൂജിച്ച് നവധാന്യങ്ങൾ ഹോമിക്കുകയോ പൂജിക്കുകയോ ചെയ്താൽ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ ലഗ്നത്തിൽ നിൽക്കുന്ന തടസ്സം ശാന്തിപ്പെടുകയും അവനവൻ്റെ കഴിവും അർഹതയും യോഗ്യതയും പരിശ്രമവും ഉത്സാഹവും അനുസരിച്ചുള്ള ജോലി, യഥാകാല പ്രമോഷൻ, സാമ്പത്തികം, വിവാഹം മുതലായ ശുക്രൻ വിഭാവനം ചെയ്യുന്ന ഐശ്വര്യവത്തായ സംഗതികൾ അവനവന് ഫലപ്രാപ്തിയിലെത്തുന്നതും തടസ്സങ്ങൾ വഴിമാറുന്നതുമാണ്. ഇപ്രകാരമൊക്കെ ചെയ്തു നോക്കുക. തടസ്സങ്ങളുമാകും. പഠിത്തമനുസരിച്ചുള്ള ജോലി ലഭിക്കാൻ ഇടവരുന്നതാണ്. ഭാഗ്യവാരോ